പത്തനംതിട്ട കോന്നി ഇളക്കൊള്ളൂരിൽ കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇളക്കൊള്ളൂർ സ്വദേശി അജിത്തിന്റെ വീടിനും മുറിയാണ് ഇടിഞ്ഞു വീണത്. രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് മുറി ഇടിഞ്ഞു വീണത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരിക്കുന്നു. ആ മുറിയിൽ ആളുണ്ടായിരുന്നോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? പഴക്കം ചെന്ന വീടാണെന്ന് തോന്നുന്നു. സ്മൃതി, പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിലാണ് ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ വീടിന്റെ ഒരു മുറി ഇടിഞ്ഞു വീണത്. ഈ വീട് അതിന്റെ ഉടമ വാടകക്കാർക്ക് നൽകിയിരിക്കുകയായിരുന്നു. അവിടെ നേരത്തെ 2 കുടുംബങ്ങളാണ് വാടകയ്ക്ക് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ഈ വീട് 2ആയി പകുത്ത് നൽകി 2 കുടുംബങ്ങൾക്കാണ് നൽകിയിരുന്നത്. വീടിന്റെ ഒരു വാടകക്കാർ താമസിച്ചിരുന്ന വീടിന്റെ അടുക്കള ഭാഗമാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഏതായാലും ഭാഗ്യത്തിന് ആ വാടകക്കാർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ നിന്ന് മാറിപ്പോയിരുന്നു. പക്ഷേ ഒരു ഭിത്തിയുടെ മറുവശത്ത് മറ്റൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ ആളുകളില്ലാതിരുന്നതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത്. ഏതായാലും പഴക്കമുള്ള വീടാണ്. ചെങ്കല്ല് കൊണ്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. അജിത്ത് എന്ന് പറയുന്ന ആളുടെ പേരിലുള്ളതാണ് വീട്. ഇപ്പോൾ നിലവിൽ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഒരു മകളും അവരുടെ കുഞ്ഞുമാണ് താമസിക്കുന്നത്. ഇവർക്ക് ആർക്കും ഏതായാലും പരിക്കൊന്നും ഏറ്റിട്ടില്ല. വാടകക്കാർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ ആ വീടിൻ്റെ ഒരു മുറി ശക്തമായിട്ടുള്ള മഴയിൽ ഇടിഞ്ഞ് വീണ അവസ്ഥയിൽ തന്നെയാണ്. സ്മൃതി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. മഴയിൽ പലയിടത്തും നാശനഷ്ടമുണ്ട്. പത്തനംതിട്ടയിൽ ഒരു വീടിന്റെ ഒരു ഭാഗം, ഒരു മുറി തകർന്നു വീണതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.